സ്ത്രീകളുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമ്മൾ ഒബീസിറ്റി ആയിട്ട്, അതായത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കഥ, വീട്ടിൽ ബാക്കിയുള്ളതൊക്കെ കഴിക്കുക, അതായത് വെച്ചുണ്ടാക്കിയതല്ലേ എങ്ങനെയാ കളയുക എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങ് കഴിച്ചു തീർക്കും. ഇന്നും അങ്ങനെ പറയുന്ന സ്ത്രീകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ നോക്കൂ, നമ്മൾ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൊണ്ടേ കളയാനുള്ള ഒരു ചവറ്റുകൊട്ട അല്ല, അല്ലെങ്കിൽ ആവരുത്, ഒരിക്കലും അതാവരുത്. കാരണം നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, പലരും വിചാരിക്കുന്നത് ഈ ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്നത് ബോളിവുഡ് നടിമാർക്ക് അല്ലെങ്കിൽ സിനിമാ നടിമാർക്ക്, ഒരിക്കലുമല്ല. ഫിറ്റ്നസ് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതചര്യയിൽ ഒരു ഭാഗമാവേണ്ട കാര്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, നിങ്ങൾക്ക് വേണ്ട കാലറി മാത്രം കഴിക്കുക, അത് തന്നെ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ച് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതെന്തിനൊക്കെയാണ്? അത് നല്ല സ്കിന്നിന്, നല്ല ഹെയറിന്, നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ടോണിങ്ങിന് ഒക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ എക്സസൈസ്, ഇപ്പോൾ ജിമ്മിൽ തന്നെ പോയിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള, അത് ചിലപ്പോൾ സൂംബ ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എയറോബിക്സ്, എന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ. പക്ഷേ മിനിമം ഒരു 45 മിനിറ്റ് എങ്കിലും ഒരു ദിവസം നമ്മൾ ശരീരം അനങ്ങി എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, നമുക്ക് ആണുങ്ങളെ അപേക്ഷിച്ചിട്ട് ഞാൻ മുന്നേയും പറഞ്ഞ പോലെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മാസം മാസം ഉള്ളത് കൊണ്ട് തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഈന്തപ്പഴം, ചീര, മുരിങ്ങ അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. നോൺ വെജും നന്നായിട്ട് കഴിക്കുക. പക്ഷേ മാക്സിമം ഫ്രൈഡ് അല്ലാതെ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാൽഷ്യം ഉള്ള ഭക്ഷണം. കാരണം നമുക്കൊരു 35 വയസ്സ് കഴിഞ്ഞാൽ ഒസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലിൻ്റെ ബലം കുറയുന്ന ഒരു പ്രശ്നം സ്ത്രീകൾക്കുണ്ടാവും. അത് ഹോർമോണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കാൽഷ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. കാൽഷ്യം എന്ന് പറഞ്ഞാൽ പാലിൽ, മുട്ടയിൽ, റാഗിയിൽ ഒക്കെ ധാരാളം കാൽഷ്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അല്ലാതെ വീട്ടിൽ ഉണ്ടാക്കിയതെല്ലാം ബാക്കി വന്നു കഴിഞ്ഞാൽ അതെല്ലാം കഴിക്കാനുള്ള, ഒരിക്കലും അങ്ങനെയുള്ള ഡസ്റ്റ്ബിൻ ആയിട്ട് നമ്മൾ ഒരു സ്ത്രീകളും മാറരുത്. കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ചില റോളുകളുണ്ട് അല്ലേ? അമ്മ, സഹോദരി, ഭാര്യ എന്നീ റോളുകൾ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ഈ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയെടുത്ത ചില വാർപ്പുകളുണ്ട്. നമ്മൾ പറയും സ്ത്രീ വാർപ്പുകൾ. ഇപ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസിനെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു വാർപ്പ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് സർവം സഹയായിട്ടുള്ള, എല്ലാം ത്യജിക്കുന്ന, തൻ്റെ കാര്യം എപ്പോഴും രണ്ടാമതായി മാത്രം കരുതപ്പെടുന്ന, എല്ലാവരുടെയും കാര്യം ഓടി നടന്ന് നോക്കുന്ന ഒരു ആളെയാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് അമ്മയായിട്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ത്രീ ആയിട്ടൊക്കെ നമ്മുടെ സമൂഹം വാർത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലും, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ സ്ത്രീ ഇതൊക്കെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഉത്തമയായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ വാർത്തു വയ്ക്കുന്ന സമയത്ത് അവളെ രണ്ടാമതായിട്ട് അറിഞ്ഞോ അറിയാതെയോ താൻ രണ്ടാമത് കണക്കാക്കപ്പെടേണ്ട ഒരാളാണ്, പരിഗണിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ നമ്മുടെ പെൺമക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ ഉള്ളിലൊക്കെ അറിയാതെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു രീതി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറയും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയൊക്കെ കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, നിങ്ങൾ ആരോഗ്യവതിയായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കുള്ളതേ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാലേ നമുക്ക് ബാക്കിയുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാൻ സാധിക്കൂ. നമ്മൾ സന്തോഷത്തോടു കൂടി ഇരുന്നാലേ നമുക്ക് ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന അമ്മയെയും മകളെയും അല്ലെങ്കിൽ ഭാര്യയെയും ഒന്നും ആ സ്റ്റാറ്റസുകളെ ഞാൻ കുറച്ച് കാണുകയല്ല. അതൊക്കെ വളരെയധികം ഉത്തരവാദിത്തമുള്ള സ്റ്റാറ്റസ് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും നമ്മളെ രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാവരുത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷങ്ങളെയും രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാവരുത്. തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ റോളുകളും നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ സ്ത്രീകളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് ഓരോ പ്രായത്തിലും നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ പലതാണ്. കാരണം നമ്മുടെ ഒരു ലൈഫ് കുറേയൊക്കെ നമ്മുടെ ഹോർമോണുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിൽ, ഇപ്പോൾ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ ബിൽഡ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. എന്നാൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലേക്ക് കിടക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ വ്യത്യസ്തമാണ്. മെനോപോസിലേക്ക് കടക്കുന്ന സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രായത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം നമുക്ക് കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ അവരെ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെനാർക്കി, അവരുടെ പീരീഡ്സ് തുടങ്ങുന്ന സമയം.
അപ്പോൾ ഇന്നൊക്കെ കുറേ അച്ഛനമ്മമാരെല്ലാവരും അതിനെപ്പറ്റി അവരെ കൃത്യമായിട്ട് ബോധവാന്മാരാക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുഞ്ഞ് ഒരു 8-9 വയസ്സൊക്കെ ആകുമ്പോൾ, ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ്, 10 വയസ്സ് 11 വയസ്സിലൊക്കെ തന്നെ കുട്ടികൾക്ക് പീരീഡ്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ആ ഒരു പ്രായത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു ഏകദേശ ധാരണ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ പീരീഡ്സ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഡയറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള, നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള, വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള, അയൺ റിച്ച് ആയിട്ടുള്ള, അതായത് ഇരുമ്പ് സത്തുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ മാസം നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്, ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പെൺകുട്ടികളുടെ മാസമുറ, അത് കൃത്യമായിട്ട് അമ്മമാർ അല്ലെങ്കിൽ അവർക്ക് തന്നെ അതൊരു ബോധം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാനിപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ OP-യിൽ കണ്ട ഒരു പെൺകുട്ടി, 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഹീമോഗ്ലോബിൻ 5 ആയിരുന്നു. നോക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മാസമുറ വളരെയധികം ഇറഗുലർ ആയിട്ടും ഹെവി ഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടികൾ മാസമുറ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6 months to 1 year ഒക്കെ ഇറഗുലർ ആവാം. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. മാസമുറ എത്രത്തോളം ബ്ലഡ് ലോസ് വരുന്നുണ്ട്, അത് റെഗുലർ ആയിട്ട് വരുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ ശ്രദ്ധിക്കണം. പലരും ഇപ്പോഴും അതിന് മടിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ മെൻസ്ട്രേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഹൈജീൻ പറഞ്ഞു കൊടുക്കണം. പാഡുകൾ കൃത്യസമയത്ത് മാറ്റേണ്ടതിൻ്റെ അത്യാവശ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. ആ ഭാഗം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് മെൻസ്ട്രൽ പാഡിനെ അപേക്ഷിച്ചിട്ട്. ധാരാളം ഗുണഗണങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ബോധവൽക്കരണം കൊടുക്കാനും അത് യൂസ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്തൊരു ഏജ് ഗ്രൂപ്പ്, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരുടെ ഗർഭധാരണം, ഗർഭനിരോധന മാർഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 പ്രസവങ്ങൾക്കിടയിൽ മിനിമം 2 വർഷത്തെ ഗ്യാപ്പ് വെക്കുക, കൃത്യമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, അതുപോലെ പാലൂട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, എക്സസൈസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അറിയേണ്ടതുണ്ട്. ഇനി കുറച്ചുകൂടി മെനോപോസലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 35-40 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത്, പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയത്ത്, ആ സമയത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഹോർമോണൽ ബാലൻസ് കുറച്ച് തകരാറിലാവുന്ന സമയമാണ്. ബ്ലീഡിങ് ചിലപ്പോൾ അധികമായിട്ടുണ്ടായിരിക്കാം. പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഏതൊരു പ്രായത്തിലും സ്ത്രീകൾ ആർജിക്കേണ്ടതാണ്. ഇനി ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ പല ക്യാൻസറുകൾ നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നും സ്ത്രീകളുടെ മരണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാൻസറുകൾ ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് ക്യാൻസറിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം. പക്ഷേ ഇത് പലർക്കും അറിയുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ പലരും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. നോക്കൂ, 10-35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക് വളരെ കൂടുതലാണ്, സെർവൈക്കൽ ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മളെപ്പോഴും മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റിൻ്റെ മാമോഗ്രഫി എടുക്കാം. അതായത് എന്തെങ്കിലും ലംപുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ബ്രസ്റ്റിൻ്റെ മാമോഗ്രഫി ഇടയ്ക്ക് എടുക്കുന്നത് നല്ലതാണ്, ഒരു 35 വയസ്സ് കഴിഞ്ഞവരെ. അതുപോലെ തന്നെ പാപ്സ്മിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഒരു 35 വയസ്സിന് ശേഷം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ നമ്മൾ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയില്ലേ, അതിൽ സ്ത്രീകൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ബ്ലഡ് ചെക്കപ്പിന് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് ഇത്തരത്തിൽ ബ്രസ്റ്റിൻ്റെ മാമോഗ്രഫിയും അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസറിനുള്ള പാപ്സ്മിയർ.